നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ,
എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗം എന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 63-ഉം 64-ഉം വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വൈകുന്നേരത്ത് ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കയും തലപൊക്കി ഇസ്ഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി. വൈകുന്നേരത്ത് ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. ഇസ്ഹാക്ക് തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നത് കണ്ടു. ഒട്ടകങ്ങളിൽ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ കാര്യസ്ഥനായ എലിയാസാർ വരുന്നത് ദൂരെ നിന്ന് കണ്ടു. എലിയാസാറിൻ്റെ ചേർന്ന് മറ്റൊരു ഒട്ടകത്തിൽ ഒരു യുവതിയും വരുന്നു. ഇസ്ഹാക്ക് തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. അങ്ങ് ദൂരെ ഒട്ടകങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ റിബേക്ക തലപൊക്കി നോക്കി വെളിമ്പ്രദേശത്ത് ഒരു യുവാവ് ആകാംക്ഷാഭരിതനായി നിൽക്കുന്നു. അവൾ ചോദിച്ചു, വെളിമ്പ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആര്? അത് എൻ്റെ യജമാനൻ തന്നെ എന്ന് ദാസനായ എലിയാസാർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം തല ഉയർത്തിയതിനെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ നാം കണ്ടു, അബ്രഹാം തലപൊക്കി നോക്കി തന്മൂലം അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്ന്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നാം കണ്ടു, അബ്രഹാം തലപൊക്കി നോക്കി അബ്രഹാമിന് നിത്യനായ ദൈവത്തിൻ്റെ തിരുമുൻപാകെ പ്രതിഷ്ഠിക്കുവാൻ സമർപ്പിക്കുവാൻ സംഗതിയായി എന്ന്. വീണ്ടും നാം ചിന്തിക്കുകയായിരുന്നു, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം തലപൊക്കി നോക്കി ഒരുക്കിയിരിക്കുന്ന യാഗപീഠത്തിൽ യാഗമർപ്പിക്കാൻ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിവിട്ട് കിടക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ കരുതൽ കണ്ടു. അബ്രഹാം തലപൊക്കി നോക്കി ദൈവത്തിൻ്റെ വാഗ്ദത്തം കണ്ടു. അബ്രഹാം തലപൊക്കി നോക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു. അബ്രഹാം തലപൊക്കി നോക്കി ദൈവത്തിൻ്റെ കരുതൽ കണ്ടു. ഇപ്പോൾ ഇവിടെ 24-ാം അധ്യായത്തിൽ ഇസ്ഹാക്ക് തലപൊക്കി നോക്കി എന്നതാണ് വിവരിച്ചിരിക്കുന്നത്. എന്താണ് ഈ വാക്കുകളുടെയെല്ലാം ആശയത്തിൻ്റെ പൊരുൾ? തലപൊക്കി നോക്കുക. എന്തിനു വേണ്ടി തലപൊക്കി നോക്കണം? വാഗ്ദത്തങ്ങൾ ലഭിക്കാൻ തലപൊക്കി നോക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തലപൊക്കി നോക്കാം. ദൈവത്തിൻ്റെ കരുതൽ കാണാൻ തലപൊക്കി നോക്കാം. പലരും തല താഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞൊരവസരത്തിൽ നാം ചിന്തിച്ചതുപോലെ പല അപകർഷതാബോധങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപകർഷതയുടെ ചിന്തകൾ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, പലതിലും ഞാൻ പോരാത്തവൻ, പലതിലും എനിക്ക് കഴിവില്ല, പണമില്ല, ആരോഗ്യമില്ല, ബലമില്ല, ത്രാണിയില്ല, കരുത്തില്ല, ആൾബലമില്ല, സ്വാധീനമില്ല, സൗന്ദര്യമില്ല, എനിക്ക് വരുമാനമില്ല, പലതിലും നമുക്ക് പോരായ്മകൾ സ്വയം തോന്നുന്നു. തല താണിരിക്കുകയാണ്. ആത്മീയമായി പറഞ്ഞാൽ അതിലേറെ വേദനാകരമായ അനുഭവങ്ങളിലൂടെ പോകുന്ന ആളുകളുണ്ട്. തീരുമാനങ്ങളെടുത്തു, സമർപ്പണമെടുത്തു, പ്രാർത്ഥിച്ചു, ദൈവത്തോട് വാക്ക് പറഞ്ഞു. ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുമെന്നാണ് വാക്ക് പറഞ്ഞത്.
ഞാൻ ജീവിതം കർത്താവിന് സമർപ്പിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ആ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തല താണുപോയി, തെറ്റുകൾ സംഭവിച്ചു പോയി, വീഴ്ചകൾ വന്നുപോയി, ബലഹീനതകൾ നേരിട്ട് പോയി, ആത്മീയമായ പിന്മാറ്റം സംഭവിച്ചു പോയി. പലപ്പോഴും താണു പോയി, തല താണുപോയി, ആത്മീയമായ ശക്തി ചോർന്നുപോയി. പണ്ട് പ്രാർത്ഥനയ്ക്ക് വീര്യമുണ്ടായിരുന്നു, ഇന്ന് പ്രാർത്ഥനയ്ക്ക് കരുത്തില്ല. പണ്ട് സ്തുതിക്കാൻ ആർത്തിയുണ്ടായിരുന്നു, ഇന്ന് സ്തുതിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പണ്ട് വിശുദ്ധിയുടെ തേജസ് ഉണ്ടായിരുന്നു, ഇന്ന് വിശുദ്ധി കൈമോശം വന്നുപോയി, ചില പാപങ്ങളിൽ കുടുങ്ങിപ്പോയി. ഒരിക്കൽ വേണ്ട എന്ന് വെച്ചിരുന്നതായ ചില പാപങ്ങൾ വീണുപോയി, തന്മൂലം ആത്മീയമായി അധപ്പതിച്ചു, തല താണുപോയി. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇനിയും നാം കാണും തലപൊക്കി നോക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, വളരെ മർമ്മപ്രധാനമായ ഒരു ആശയമാണ് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെല്ലാം തല താണിരിക്കുന്നുണ്ടോ, ആരെല്ലാം തല കുമ്പിട്ടിരിക്കുന്നുണ്ടോ, വിവിധ പ്രശ്നങ്ങളിൽ, വിവിധ ആകുലങ്ങളിൽ, വിവിധ ഭാരങ്ങളിൽ, വിവിധ പോരായ്മകളിൽ ആരെല്ലാം തല താണിരിക്കുന്നുണ്ടോ, നിങ്ങളുടെ തല നിവർത്തുവാൻ കരുണയുള്ള കർത്താവ് മതിയായവനായി നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. ഇതൊരു ഭംഗിവാക്കല്ല, ഇതൊരു വൃഥ ആശ്വസിപ്പിക്കുന്ന വാക്കല്ല, ഇതൊരു ഊഹാപോഹമല്ല, ഇതൊരു തോന്നലല്ല. ആരെല്ലാം എവിടെയെല്ലാം എന്നെല്ലാം എൻ്റെ കർത്താവേ എൻ്റെ തലയൊന്ന് നിവർത്തണമേ എന്ന് യാചിച്ചിട്ടുണ്ടോ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് ആർത്തിയോടെ ആശയോടെ നോക്കിക്കൊണ്ട് യാചിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം ക്രിസ്തുനാഥൻ തല ഉയർത്തിക്കൊടുത്തിട്ടുണ്ട്. അധരങ്ങളുടെ യാതൊരു നിഷേധിക്കാത്ത ദൈവം തല പൊക്കിത്തരുന്നവനാണ്. നിങ്ങൾ എവിടെയെല്ലാം തല കുമ്പിട്ട് പോയോ, എവിടെയെല്ലാം തല താണുപോയോ, അവിടെയെല്ലാം നിങ്ങളെ പൊക്കിയെടുക്കാൻ, അവിടെയെല്ലാം നിങ്ങളെ ഉദ്ധരിക്കാൻ കർത്താവായ യേശുക്രിസ്തു മതിയായവനാണ്. ഉള്ളു വലഞ്ഞ് കരഞ്ഞാൽ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ആരെയും പിറയിൽ നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മെ മുന്നോട്ട് കയറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും നാം സ്വയം തളരുകയും സ്വയം പിന്മാറുകയും സ്വയം പിന്നോക്കം വലിയുകയും ചെയ്യുന്നു. എങ്കിലും ദൈവം കൃപയാൽ നമ്മെ തള്ളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. 68-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് പറയുന്നത്, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ഉദ്ധാരണങ്ങളുടെ ദൈവം, ഉയർത്തുന്ന ദൈവം, താണവനെ ഉയർത്തുന്ന ദൈവം, നിസ്സാരനെ വലിയവനാക്കുന്ന ദൈവം, വിലകെട്ടവനെ വിലയേറിയവനാക്കുന്ന ദൈവം, സ്നേഹവാനായ ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെല്ലാം നിങ്ങൾക്ക് താഴ്ച വന്നുവോ, എവിടെയെല്ലാം നിങ്ങൾക്ക് പോരായ്മ സംഭവിച്ചുവോ, അവിടെയെല്ലാം നിങ്ങളെ താങ്ങാൻ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിക്കൂ. ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നു നിന്നുകൊണ്ട് മകനെ നീ തലപൊക്കി നോക്കുക എന്ന് പറയുകയാണ്. അത് കേട്ടുകൊണ്ട്, ആ തിരുശബ്ദം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട്, കർത്താവേ നിൻ്റെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ എൻ്റെ തല ഉയർത്തുന്ന കരമായി ഞാൻ കാണുന്നു, ഞാൻ വിശ്വസിക്കുന്നു, നിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടി യാഗമായി തീർന്നതാണ് നാം വായിച്ചത്. എന്നാൽ 23-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിനെ നാം കാണുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിനെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. അപ്പനെ അനുസരിക്കുന്ന ഒരു മകൻ, അപ്പൻ എടുത്തു കൊടുത്തതായ ആ വിറകുകെട്ടും ചുമന്നുകൊണ്ട് മോറിയാമലയിലേക്ക് കയറിപ്പോകുന്ന മകൻ, അപ്പൻ്റെ തിരുമുൻപാകെ വളരെ വിനീതനായി നിന്നുകൊടുത്ത മകൻ, കെട്ടുവാനായി കൈകൾ നീട്ടിക്കൊടുത്തു നിന്ന മകൻ. ഇസ്ഹാക്ക് അനുസരണമുള്ളൊരു മകനാണ്, നല്ല വിശ്വസ്തയുള്ള ഒരു ബാലനാണ്, നല്ല അനുസരണശീലമുള്ള വളരെ യോഗ്യനായ
ഒരു മകനാണ്. എന്നാൽ ആ ഇസ്ഹാക്ക് യാഗം അർപ്പിക്കപ്പെടേണ്ടിയിരുന്നിടത്ത് ഇസ്ഹാക്കിന് പകരം ഒരാട്ടുകൊറ്റൻ യാഗമാക്കപ്പെട്ടു. 22-ാം അധ്യായം അങ്ങനെ അവസാനിക്കുകയാണ്. എന്നാൽ 23-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിനെ നാം കാണുന്നില്ല. 23-ാം അധ്യായത്തിൽ എന്തൊരതിശയം, വളരെ വ്യത്യസ്തമായൊരു സംഭവമാണ് പറയുന്നത്. അത് നമുക്ക് പിന്നീടൊരു അവസരത്തിൽ ചിന്തിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്ഹാക്കിൻ്റെ വിവാഹമാണ് കാണുന്നത്. ഇസ്ഹാക്ക് റിബേക്കയെ സ്വീകരിക്കാനായി വെളിമ്പ്രദേശത്തേക്ക് ഇറങ്ങി വരുന്നതിനെയാണ് കാണിക്കുന്നത്. 24-ാം അധ്യായം മുഴുവൻ വളരെ വിസ്തൃതമായൊരു അധ്യായമാണ്, വളരെ സുദീർഘമായൊരു അധ്യായമാണ്. 24-ാം അധ്യായം മുഴുവൻ ഇസ്ഹാക്കിനൊരു മണവാട്ടിയെ തേടുന്നതും ഇസ്ഹാക്കിന് വേണ്ടി തേടുന്ന കന്യകയെ ദാസൻ കൂട്ടിക്കൊണ്ടു വരുന്നതുമായ വൃത്താന്തങ്ങളെല്ലാം വളരെ വിസ്തരിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. 24-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് നാം വായിച്ച വേദഭാഗം വരുന്നത്. ഇസ്ഹാക്ക് തലപൊക്കി നോക്കി. മോറിയ മലയുടെ ഉന്നതങ്ങളിൽ നിന്ന് പിന്നെ നാം ഇസ്ഹാക്കിനെ കാണുന്നത് വെളിമ്പ്രദേശത്താണ്. മണവാട്ടിക്ക് വേണ്ടി സ്വന്തം കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വെളിമ്പ്രദേശത്ത് നിൽക്കുന്ന ഇസ്ഹാക്കിനെയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിന് ശേഷം ഈ യേശുക്രിസ്തുവിനെ ഇനി നാം അക്ഷരീയമായി കാണുന്നൊരു സമയമുണ്ട്. അത് മധ്യാകാശത്തിൽ യേശുനാഥൻ എഴുന്നള്ളി വരുമ്പോഴാണ്. മണവാട്ടി യേശുവിനെ കാണും, മണവാട്ടി സഭ യേശുവിനെ കാണും, ക്രിസ്തു സഭ യേശുവിനെ കാണും, ക്രിസ്തുവിനെ മണവാട്ടി യേശുവിനെ കാണും. ഇടയ്ക്കൊരു കാലയളവുണ്ട്. ആ കാലയളവാണ് സഭായുഗം, ആ കാലയളവാണ് കൃപായുഗം. മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. മണവാട്ടി സഭയെ ഒരുക്കുന്ന കാലമാണ്. അവളെ മന്ത്രകോടി അണിയിക്കുന്ന കാലമാണ്. അവളെ ആഭരണങ്ങൾ അണിയിക്കുന്ന കാലമാണ്. അവളെ മണിവേദിയിലേക്ക് ഒരുക്കിക്കൊണ്ടുവരുന്ന കാലമാണ്. മണവാട്ടി സഭയ്ക്ക് വേണ്ടി ക്രിസ്തുനാഥൻ എഴുന്നള്ളി വരുന്നതിന് മുൻപ് ഈ മണവാട്ടി സഭയെ ഒരുക്കുന്നതായ അതിവിശിഷ്ടമായൊരു കാലയളവാണ് ഈ കൃപായുഗം. ഈ കൃപായുഗത്തിൽ ആർക്കും ഒരുങ്ങാം, ആർക്കും കടന്നു വരാം, ആർക്കും വിശുദ്ധ മണവാട്ടിയുടെ ആ പദവി അലങ്കരിക്കുവാൻ സ്വയം സജ്ജമാക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായി കിട്ടുമ്പോൾ നിങ്ങളുടെ ഉള്ളം കോരിത്തരിക്കും. എന്തൊരു ഭാഗ്യ പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിത്യനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാനുള്ള ഭാഗ്യം. അപ്പോസ്തലനായ പൗലോസ് പിൽക്കാലത്ത് എഴുതി, കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന്. വിവാഹ നിശ്ചയം കഴിഞ്ഞു, എല്ലാം തീരുമാനിച്ചു, വിവാഹമെല്ലാം ഉറച്ചു. പക്ഷേ വിവാഹത്തിന് വേണ്ടി മണവാളൻ വരുമ്പോൾ ഇവൾ അന്യപുരുഷൻ്റെ കൂടെ കഴിയുന്നത് കണ്ടാൽ എങ്ങനെ എത്രയോ ദയനീയമായിരിക്കും, എത്രയോ വേദനാകരമായിരിക്കും. കഷ്ടാൽ കഷ്ടതരമായ അനുഭവമല്ലേ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പോസ്തലൻ പറയുന്നത്. ഹൃദയം വഷളായി പോകുമോ എന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അനേകം പേര് ഈ നല്ല കാലയളവിൽ സുപ്രസാദ സമയത്ത് ജീവിതം സമർപ്പണം എടുക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ്. നിങ്ങൾ അനേകം പേര് കർത്താവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന് നാവിൽ വാക്ക് പറഞ്ഞ് കർത്താവിനായി തങ്ങളതിന് സമർപ്പിച്ചവരാണ്. നാവിൽ മാത്രമല്ല, ഹൃദയത്തിലും തീരുമാനമെടുത്ത് അങ്ങനെ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുവാൻ വാസ്തവമായ ഒരു പ്രതിഷ്ഠയിലേക്ക് വന്നവരാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അപ്പോസ്തലനായ പൗലോസ് വേദനയോടെ പറഞ്ഞതുപോലുള്ള അപായകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും വന്നോ എന്ന്
ചിന്തിക്കുന്നത് നല്ലതാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നതാണ് അപ്പോസ്തലൻ പറയുന്നത്. എനിക്ക് ഭയമാകുന്നു എന്ന്. നിങ്ങൾ ദൈവത്തോട് വാക്ക് പറഞ്ഞവരാണ്. നിങ്ങൾ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ എതിരേറ്റവരാണ്. നിങ്ങൾ ക്രിസ്തുവിനായി തങ്ങളെ തന്നെ ഒരുക്കുവാൻ തീരുമാനമെടുത്തവരാണ്. നിങ്ങൾ പാപത്തോട് യാത്ര പറഞ്ഞവരാണ്. പാപ ഇമ്പങ്ങളെ ഉപേക്ഷിച്ചവരാണ്. വേണ്ട പാപം, ലോക ഇമ്പം വേണ്ട, പാപസുഖം വേണ്ട, ഭൗതിക സന്തോഷങ്ങൾ വേണ്ട എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവരാണ് നിങ്ങൾ അനേകം പേര്. എന്നാൽ സ്നേഹിതരെ, നിങ്ങളുടെ ഹൃദയം ഇന്ന് വഷളായി പോയിരിക്കുകയാണോ? പൈശാചിക നിങ്ങളെ കൈവശപ്പെടുത്തിയിരിക്കുകയാണോ? സാത്താന്യ ചിന്തകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കുടിപാർക്കുന്നുണ്ടോ? സാത്താന്യ മോഹങ്ങളും സാത്താന്യമായ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് വാഴുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യൂ. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ച് പോയല്ലോ, ഞാൻ പിന്മാറിപ്പോയല്ലോ, എനിക്ക് അനർത്ഥം നേരിട്ട് പോയല്ലോ, എൻ്റെ വീര്യം കെട്ടുപോയല്ലോ, എൻ്റെ ശക്തി കുറഞ്ഞു പോയല്ലോ, എൻ്റെ സമർപ്പണത്തിൽ ഞാൻ പിന്നോക്കം പോയല്ലോ. എൻ്റെ കർത്താവേ, പാപത്തിൻ്റെ ഇമ്പങ്ങൾ എന്നെ വശീകരിച്ചല്ലോ, പാപത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഞാൻ കുടുങ്ങിപ്പോയല്ലോ, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ എന്നെ സ്വാധീനപ്പെടുത്തിയല്ലോ. കർത്താവേ, എനിക്ക് അബദ്ധങ്ങൾ പറ്റിപ്പോയി. ദൈവത്തോടിപ്പോൾ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹോദരങ്ങളെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മണവാളൻ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇസ്ഹാക്ക് കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരും. വെളിം പ്രദേശത്തേക്ക് ഇറങ്ങി വരും. കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, മധ്യാകാശത്തിൽ എഴുന്നള്ളി വന്ന് അവിടുന്ന് തലപൊക്കി നോക്കുമ്പോൾ ഈ ഒട്ടകങ്ങൾ, ഈ റിബേക്കയെയും വഹിച്ചുകൊണ്ടുവരുന്ന ഒട്ടകങ്ങളെ കാണുവാൻ കൊതി കൊണ്ട് നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ കാണുമോ, ഞാൻ കാണുമോ, ഞാൻ കാണുമോ? നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇസ്ഹാക്ക് തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഒട്ടകങ്ങൾ വരുന്നു. ഒട്ടകപ്പുറത്ത് കന്യക ഇരിക്കുന്നു. ഇസ്ഹാക്ക് കൗതുകത്തോട് നോക്കി മണവാട്ടി വരുന്നത് കണ്ടു. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ അന്ന് വിശുദ്ധന്മാർ മാത്രം ആ കാഴ്ച കാണും. വിശുദ്ധന്മാർ മാത്രം അന്ന് തിരുസന്നിധിയിലേക്ക് പറന്നുയരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ആശ്വസിക്കാനുള്ള വചനം അതാണ്. എൻ്റെ ക്ലേശങ്ങൾ തീരുമെന്ന്, എൻ്റെ യാതനകൾ തീരുമെന്ന്, എൻ്റെ രോഗങ്ങൾ തീരുമെന്ന്, എൻ്റെ കടബാധ്യതകൾ തീരുമെന്ന്. കർത്താവേ, കഷ്ടതയില്ലാത്ത ദേശത്തേക്ക്, കണ്ണുനീരില്ലാത്ത ദേശത്തേക്ക്, വഴക്കില്ലാത്ത ദേശത്തേക്ക്, ഭിന്നതയില്ലാത്ത ദേശത്തേക്ക്, കക്ഷി വൈരാഗ്യമില്ലാത്ത ദേശത്തേക്ക്, തൊഴുത്തിൽ കുത്തില്ലാത്ത ദേശത്തേക്ക്, എൻ്റെ നാഥ, സ്നേഹത്തിൻ്റെ സ്വർഗീയ മണ്ഡലത്തിലേക്ക് എന്നെ സ്വീകരിപ്പാൻ എൻ്റെ അരുമനാഥൻ എഴുന്നള്ളി വരുമല്ലോ. വെളിമ്പ്രദേശത്തേക്ക് എഴുന്നള്ളി വരുന്ന ഇസ്ഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി കാത്തു നിന്നതുപോലെ എൻ്റെ കർത്താവേ, അവിടുന്ന് തലപൊക്കി നോക്കുമ്പോൾ എന്നെ കാണുമോ? യേശുവേ, നീ തലപൊക്കി നോക്കുമ്പോൾ ഞാനും കാണപ്പെടുമോ? കരുണയുള്ള കർത്താവേ, അന്ന് ഞാൻ കാണപ്പെടണമെങ്കിൽ ഇന്ന് ഞാൻ അതിനുള്ളതായ ഒരുക്കത്തോടുകൂടി പുറപ്പെടേണ്ടതാണ്. ഇന്ന് അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കേണ്ടതാണ്. ഈ കൃപായുഗത്തിൽ ഞാൻ ഒരുങ്ങിയില്ലെങ്കിൽ കനത്ത നഷ്ടമാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇത് സഭായുഗമാണ്. ഇന്ന് അകത്ത് കടക്കാൻ പറ്റിയ സമയമാണ്. ഇന്ന് പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്ന സമയമാണ്. പെട്ടകത്തിൻ്റെ വാതിൽ തുറന്ന് വെച്ചുകൊണ്ട് നോഹ നിരന്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. നീതിപ്രസംഗിയായ നോഹ ഇടതടവില്ലാതെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. വരുവീൻ, കയറുവീൻ, പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവീൻ, ആർക്കും കയറാം, ഏത് ഘോരമൃഗത്തിനും കയറാം, ഏത് കരടിക്കും ചെന്നായ്ക്കും കയറാം, ഏത് പുള്ളിപ്പുലിക്കും സിംഹത്തിനും കടക്കാം, ഏത് കടുവയ്ക്കും കയറി വരാം, ഏത് സിംഹതുല്യനും കടന്നു വരാം, ഏത് കരടിക്ക് തുല്യം അമറുന്നവനും കടന്നു വരാം, ഏത് ഘോര ഹിംസ്ര മൃഗത്തിനും കടന്നു വരാം, ആർക്കും പ്രവേശിക്കാം. ഇന്ന് പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നതാണ് പറയുന്നത്. സ്നേഹിതരെ, ഈ നല്ല സമയം നാം അകത്ത് കിടക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവേ, തുറക്കപ്പെട്ട വാതിൽ കർത്താവായ യേശുവിൻ്റെ തിരുവിലാവാണ്. യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയം അത് തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നതാർക്കും തുറന്നിരിക്കുകയാണ്. ഏത് കൊടുമ്പാവിക്കും കടന്നു വരാം, ഏത് അശുദ്ധനും കടന്നു വരാം, ഏത് നരക യോഗ്യനായ മനുഷ്യനും പ്രവേശിക്കാം. ആരും നശിച്ചു പോകേണ്ട കാര്യമില്ല, ആരും നഷ്ടപ്പെട്ടു
പോകേണ്ട ആവശ്യമില്ല. ആരും കൊള്ളരുതായ്മയിൽ തീർന്നു പോകേണ്ട ആവശ്യമില്ല. ആരും നരകത്തിൻ്റെ ഭീകരതയിലേക്ക് തള്ളപ്പെടേണ്ട ആവശ്യമില്ല. ഏത് പാപിക്കും കടന്നു വരാം, ഏത് അശുദ്ധനും പ്രവേശിക്കാം, ഏത് കൊടുംക്രൂര പാതകിക്കും അകത്ത് പ്രവേശനമുണ്ട്. വരുവീൻ, യേശുക്രിസ്തു ക്ഷണിക്കുകയാണ്. അകത്ത് വരുവീൻ. നീതി പ്രസംഗിയായി നോഹ വിളിച്ചു പറഞ്ഞു, ഇതാ അകത്ത് വരുവീൻ, അകത്ത് വന്ന് രക്ഷപ്പെടുവീൻ, പ്രളയം വരുന്നു. ആരും അടയ്ക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ അവൻ ഈ വാതിലടച്ചാൽ പിന്നെ ആർക്കും പ്രവേശനമില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ വിലയേറിയ സമയം നിങ്ങൾ പാഴാക്കരുത്. ഈ നല്ല കാലം നിങ്ങൾ കളയരുത്. ഇനിയും നിങ്ങൾ അമാന്തിക്കരുത്. ഇനിയും നിങ്ങൾ താമസിക്കരുത്. ഇനിയും നിങ്ങൾ തറ്റി നിൽക്കരുത്. പിന്നെ ആകട്ടെ എന്ന് വെക്കരുത്. പിന്നെ ആകട്ടെ എന്ന് വെച്ചാൽ സാധിച്ചില്ലെങ്കിലോ, സമയം കിട്ടിയില്ലെങ്കിലോ, അവസരം ലഭിച്ചില്ലെങ്കിലോ, വാതിലടഞ്ഞു പോയാലോ, പ്രിയൻ വന്നാലോ, അവൻ വരുമ്പോൾ, അവൻ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ തേജോമയമായ അനുഭവമുള്ള ദൈവമക്കൾ മാത്രം പ്രവേശിക്കും. അവർ മാത്രം പറന്നുയരും. വിശുദ്ധിയുടെ തേജസ്സുള്ളവര്, കറയും ചുളുക്കവും ഇല്ലാത്ത കന്യക മാത്രം അകത്ത് പ്രവേശിക്കും. മണവാട്ടി സഭ അകത്തേക്ക് കൈക്കൊള്ളപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിവേഗം ഈ പെട്ടകത്തിൽ കയറിക്കൊള്ളുവീൻ. സ്നേഹവാനായ ക്രിസ്തു നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ അമാന്തിച്ച് നിന്നു, ഇതുവരെ നിങ്ങൾ താമസിച്ചു നിന്നു. ഇന്നിതാ സുപ്രസാദകാലം, ഇപ്പോഴിതാ രക്ഷാ ദിവസം. ആർക്കും പ്രവേശിക്കാവുന്ന സമയം. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കരുണയുടെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, തിരുവിലാവ് തുറക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. തൃക്കരം നീട്ടിയിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ആണിപ്പാടുള്ള കരം ഞങ്ങൾ ചുംബിക്കുന്നു. കർത്താവേ, ആ പാദപീഠത്തിൽ ഞങ്ങൾ വീഴുന്നു. കർത്താവേ, നിൻ്റെ മക്കളെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടെ സന്നിധിയിലേക്ക് സത്യസമർപ്പണത്തോടെ കടന്നു വരുവാൻ നിൻ്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്ഷണീയമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.